പറവൂർ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നാഷണൽ NGO കോൺഫെഡറേഷന്റെ സഹായത്തോടെ 600 വനിതകൾക്ക് ഇരുചക്രവാഹനങ്ങൾ നൽകി. വാഹനങ്ങളുടെ വിതരണം ഉദ്ഘാടനം മുൻ DGP ഋഷിരാജ് സിംഗ് IPS നിർവഹിച്ചു. കവിത ഇവന്റ് ഹബിൽ നടന്ന ചടങ്ങിൽ നാഷണൽ NGO കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ ആനന്ദകുമാർ അധ്യക്ഷനായി. കോർഡിനേറ്ററും സംസ്ഥാന സെക്രട്ടറിയുമായ അനന്തുകൃഷ്ണൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി ബീന സെബാസ്റ്റ്യൻ, ജനസേവാ സമിതി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ N. മധു, സെക്രട്ടറി CG മേരി, കവിതാ ഗ്രൂപ്പ് MD KO വർഗീസ്, ഫാദർ ഡിബിൻ, KU രഞ്ജിത്ത്, സിസ്റ്റർ റോസ് തുടങ്ങിയവർ സംസാരിച്ചു. വുമൺ ഓൺ വീൽസ് പദ്ധതിയിൽ 50% സബ്സിഡിയിൽ ഹോണ്ട, യമഹ, TVS എന്നീ കമ്പനികളുടെ ഇരുചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി ഷീ ഡ്രൈവ് എംപവറിംഗ് റൂട്ട് എഹെഡ് എന്ന വിഷയത്തിൽ പ്രൊഫസർ മേരി മെറ്റിൽഡയും, റോഡ് സേഫ്റ്റി സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന വിഷയത്തിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ N. വിനോദ് കുമാറും ക്ലാസുകൾ നയിച്ചു. റിട്ടയേർഡ് RTO PP ബാബു പവർ റൈഡ് ഫ്ലാഗ് ഓഫ് ചെയ്തു. വിവിധ പദ്ധതികൾക്കുള്ള സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു. സന്നദ്ധ സംഘടനകൾക്കിടയിൽ അവയുടെ പ്രവൃത്തി പരിചയവും ഇത്തരം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ ചെയ്യുവാനുള്ള ഏജൻസികളുടെ ഒരു സാധ്യതയുമൊക്കെ കൃത്യമായ ഇവാലുവേഷൻ ഞങ്ങൾ നടത്തി 150ഓളം ഏജൻസികളെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റിംഗ് ഏജൻസികളായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 600 വനിതകൾക്കുള്ള വാഹന വിതരണത്തിന്റെ ഔദ്യോഗിക ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇന്ന് നമ്മുടെ എറണാകുളം ജില്ല നോർത്ത് സോണിലെ 600 വനിതകളുടെ സ്വപ്നങ്ങളുടെ ചക്രങ്ങൾ ഉരുണ്ടു തുടങ്ങുന്ന ദിവസമാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ശുഭമുഹൂർത്തം കൂടിയാണിത്. ഒരു സന്തോഷവും ദുഃഖവും ചേർന്ന സമ്മിശ്രമായ വികാരമാണ് ഗ്രൂപ്പിന് മൊത്തമായിട്ടുണ്ടായത്. ഇപ്പോൾ ഇവിടെ 2 വീലർ മേടിക്കുന്നുണ്ട്. ഒരു 2 വീലറിന് വേണ്ടി 15ഓളം ഡോക്യുമെൻ്റാണ് ഈ അനന്തകൃഷ്ണൻ്റെ കമ്പനി പരിഭവപ്പെടുത്തി രൂപപ്പെടുത്തിയെടുത്ത് കമ്പനിക്ക് കൊടുക്കുന്നത്. 15 ഡോക്യുമെൻ്റ്. അപ്പോൾ 500 2 വീലറിനാണെങ്കിൽ എത്ര ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മളുടെ ഈ നാട്ടിൽ ഇപ്പോൾ ഞങ്ങൾ ഒരു 10,000 ലാപ്ടോപ്പ് വിതരണം ചെയ്തു കഴിഞ്ഞു കേരളത്തിൽ. അതുപോലെ 2 വീലർ ഏകദേശം 5,000 6,000 കഴിഞ്ഞു. 25,000-ഓളം തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഏത് വിഭാഗത്തിലാണെങ്കിലും ഞങ്ങൾക്ക് കാണുവാൻ പറ്റുന്നൊരു കാര്യം കൃതജ്ഞത, നന്ദി എന്നുള്ളത് നമ്മൾ പറഞ്ഞ് പറയിപ്പിക്കേണ്ടി വരും. ഒരു ദിവസത്തിൽ 30 ലൈസൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് സമയം വേണ്ടേ? ഒരാളുടെ കയ്യിൽ വാഹനം കൊടുത്തിട്ട് നോക്കാൻ വേണ്ടി 10 മിനിറ്റ് എങ്കിലും വേണം. 10-15 മിനിറ്റ്. രാവിലെ 8 മണിക്ക് 9 മണിക്ക് തുടങ്ങിയ വൈകുന്നേരം 4-5 മണി വരെ ഒരാൾക്ക് ഒരു ഓഫീസർക്ക് എത്ര ആളുകളെ കാര്യമായിട്ട് പരീക്ഷിക്കാൻ പറ്റും? അപ്പോൾ കുറഞ്ഞ നമ്പറാണെങ്കിൽ ടെസ്റ്റ് നല്ല രീതിയിൽ നടത്തി അത് ഒരേ അടിസ്ഥാനമാണ് അതിൻ്റെ നമ്പർ കൂടിപ്പോയാൽ അത്രയും ശ്രദ്ധ ഓരോരോ ടെസ്റ്റ് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്പർ 1, നിങ്ങൾ ലൈസൻസ് പിടിക്കാൻ ലൈസൻസ് എത്രയും പെട്ടെന്ന് എടുക്കാൻ നിങ്ങൾ ധൃതി കാണിക്കരുത്. നന്നായിട്ട് ഓടാൻ പഠിക്കണം. 2, നിങ്ങളുടെ ഹസ്ബൻഡ് എത്രത്തോളം നിയമങ്ങൾ പാലിക്കുന്നുണ്ട് അത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. അപകടമുണ്ടായാൽ മരിക്കുന്നത് നിങ്ങളും കൂടിയായിരിക്കും. ആനന്ദകുമാർ സാർ പറയുകയുണ്ടായി, നന്ദി എന്ന വാക്ക് മനുഷ്യർക്ക് മാത്രമേ പറയാനാവുള്ളൂ. തീർച്ചയായിട്ടും 2 വാക്ക് ഏറ്റവും ഷോർട്ടായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കാത്തിരുന്ന് പഠിത്തു 9 മുതൽ നിങ്ങൾ നിറഞ്ഞ സദസ്സാണ് എന്നുകൂടി ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗോശ്രീ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ന്യൂസുകൾ എപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്.
പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.